ഒന്ന് പറഞ്ഞേരെ ഞാൻ ഇനി വരുന്നില്ല കൊല്ലത്തേക്കെന്ന് പറഞ്ഞേരെ. ഇവിടെ വന്നപ്പോ ഉള്ള സ്വഭാവം മാറി കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, വരുന്നില്ല എൻ്റെ കൂടെ. അപ്പോൾ ഫ്രണ്ട്സേ, അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനും ഇതേ ശ്രീകുട്ടനുണ്ട്, ലിജി കൊച്ച് വീട്ടിലാട്ടോ. ഞങ്ങളിപ്പോൾ നിൽക്കുന്ന ഇവിടെ വെച്ചാൽ റോഡിന് താഴെ നമ്മുടെ വണ്ടി വിട്ടിട്ടേക്കുന്നു. അവിടെ എടുക്കാൻ വേണ്ടി വന്നേ. എന്താ പരിപാടി വെച്ചാൽ തോർത്തൊക്കെയായിട്ട് ഞങ്ങളത് കുളിക്കാൻ വേണ്ടി പോകട്ടോ. ശ്രീകുട്ടൻ കുളിക്കുന്നില്ല, ഞാനും കണ്ണപ്പനുണ്ട്. കണ്ണപ്പൻ വണ്ടി എടുക്കാൻ വേണ്ടി അവിടെ വരെ പോയേക്കോ. അപ്പോൾ നാളെ ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകട്ടോ. അപ്പോൾ പോകുന്നതിന് മുന്നേ ഞങ്ങളൊന്ന് വെള്ളത്തിലൊക്കെ ഇറങ്ങി ഒന്ന് കുളിച്ച് ആറ്റിലെ ആ വെള്ളത്തിൻ്റെ ആ ഒരു സുഖമൊക്കെ ഒന്ന് അറിഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്. പിന്നെ അല്ല, ഒരു ഉച്ച സമയം കേട്ടോ. കുറച്ച് നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി കിടന്നൊരു രസമല്ലേ. അപ്പം ഞങ്ങളിന്ന് മൂന്നാറൊക്കെ പോകാൻ വേണ്ടി പ്ലാൻ ഇട്ടു. പിന്നെ രാവിലെ ചിലപ്പോൾ മടിച്ച് എന്തിനാ വെറുതെ എപ്പോഴും യാത്ര. ഇനി അടുത്ത പ്രാവശ്യം വരുമ്പം മൂന്നാറൊക്കെ പോകാമെന്ന് എരിഞ്ഞിട്ട് കുറച്ച് കൂട്ടാം. അപ്പോൾ ദേവൻ എന്താ വെച്ചാൽ അവിടെ ബൈബിൾ ക്ലാസ്സിന് പോയി അപ്പുറത്തെ പള്ളിയിൽ. അപ്പം അവനാണ് ആറ്റി പോകണമെന്ന് പറഞ്ഞ് ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു കഴിഞ്ഞ ദിവസം. അപ്പം ഞങ്ങൾ പിന്നെ എന്താ പോകുന്നത് എരിഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ വെറുതെ ഇരുന്നിട്ട് ഭയങ്കര ബോറടി. വെള്ളത്തിൽ നമുക്ക് കിടക്കുമ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതാണ് പരിപാടി. പിന്നെ വേറെ ട്വിസ്റ്റ് ഇതിൽ സംഭവിച്ചു. നമ്മുടെ ഈ പ്രാവശ്യത്തെ യാത്രയിൽ ഭയങ്കര ട്വിസ്റ്റ് സംഭവിച്ചു. ലിജി കൊച്ച് കൊല്ലത്തേക്ക് തിരിച്ചു വരുന്നില്ല എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയില്ല. ഞാനും അമ്മയും അച്ഛനും കണ്ണപ്പനും ദേവനും എല്ലാവരും പറഞ്ഞു നോക്കിയിട്ട് രക്ഷയില്ല. ഇപ്പോൾ വരുന്നില്ല, 1 മാസം കഴിഞ്ഞിട്ടാണ് വരുന്നുള്ളതെന്നൊക്കെ പറയുന്നത്. ഭയങ്കര വാശിയില്ല, വരുന്നില്ല എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് അവിടെ നിൽക്കുമെന്നൊക്കെ പറയുന്നത്. എനിക്കറിയാൻ വയ്യ. അടുത്ത പ്രാവശ്യം കുട്ടിനെ കാണണമെന്ന് പറഞ്ഞ് അറിയില്ലേ. ചിലപ്പോൾ അങ്ങനെയൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒന്നുമില്ല. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ നാളെ ഞങ്ങൾ രാവിലെ പോവും. നാളെ വോട്ടിംഗ് ഉള്ള ദിവസമല്ല, വോട്ട് ചെയ്യുന്ന ദിവസമാണ്. അപ്പോൾ ഈ വീഡിയോ ഇങ്ങോട്ട് എത്തുമ്പോൾ വോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നിൽക്കാറ് ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ കുറേ. കാരണം ഇവിടെ വെച്ചാൽ ഒന്നിനും സമയം കിട്ടുന്നില്ല, എഡിറ്റ് ചെയ്യാനോ അങ്ങനെ ഇടാനോ ഒന്നും സമയം കിട്ടുന്നില്ല. പക്ഷെ വീഡിയോ എല്ലാം കറക്റ്റായിട്ട് കൃത്യമായിട്ട് എടുത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ അതാണ് പരിപാടി. അപ്പോൾ ഞാൻ സീറ്റ് ബെൽറ്റ് ഇട്ടില്ല. അപ്പോൾ നാളെ ലിജി കൊച്ച് വരുന്നില്ലെന്നാണ് പറയുന്നത്. നാളെ ഇനി എന്തൊക്കെ സംഭവിക്കാൻ പോകുന്ന അറിയാൻ വയ്യ കേട്ടോ. ഇനി വരുന്നില്ല, എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമില്ലെന്നൊക്കെ പറയുന്നത്. ഇനി കണ്ടറിയണം എന്നെ കണ്ടില്ലെങ്കിലും കുഴപ്പമുണ്ടോ ഇല്ലയോ എന്നൊക്കെ. ഇല്ല കൂട്ടാ, അതിൽ നമുക്ക് പോകാതിരിക്കാൻ പറ്റത്തില്ല. അല്ല, ഇലക്ഷനൊക്കെ അല്ലേ, വോട്ട് ചെയ്യണം, അങ്ങനെ കാര്യങ്ങൾ. ഫസ്റ്റ് വോട്ടാ ഇല്ലടാ. ആക്കിയാണ് കേട്ടോ. അപ്പോൾ പിന്നെ വീട്ടിൽ എന്താ പഠിച്ചാൽ രാവിലെ ഞങ്ങൾ വീട്ടിൽ നിന്ന് എല്ലും കപ്പ ഉണ്ടാക്കട്ടോ. ഇടുക്കി സ്പെഷ്യൽ എല്ലും കപ്പയൊക്കെ ഉണ്ടാക്കുക. അപ്പം ഞങ്ങൾ രാവിലെ ഞാനും കണ്ണപ്പനൊക്കെ ഇച്ചിരി നല്ലോണം ഭക്ഷണം കഴിച്ചു കേട്ടോ, ചോറൊക്കെ കഴിച്ച്. അപ്പം ഈ ഫുഡൊന്ന് ദഹിക്കണമല്ലോ, വീട്ടിൽ വെറുതെ ഇരുന്നാൽ ദഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചൊന്ന് കുളിച്ചേക്കാതെ. ഇപ്പം നമ്മൾ വെള്ളത്തിൽ ഇറങ്ങിക്കിടന്ന് കുളിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ദഹിക്കാനുള്ള സാധ്യതകളുണ്ട്, ഫുഡ് ദഹിക്കാനുള്ള. അങ്ങനെയൊന്നും പറഞ്ഞു കേട്ടോ. ആഹാരം കിട്ടാത്ത എത്രയോ മനുഷ്യരുണ്ട്. അപ്പോൾ നമ്മളത് അഹങ്കാരം പോലെ ആയിപ്പോകും കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും അല്ല. നമ്മൾ ഇടുക്കിയിൽ വരുമ്പോൾ ഇടുക്കിയിൽ സ്റ്റൈലിൽ ഒരു ഫുഡ് കഴിക്കണമെന്നൊരു ആഗ്രഹം. അല്ല, ഒരു ഉണർവില്ലാത്ത പോലല്ലേ. കുളിച്ച് കഴിഞ്ഞാൽ റെഡിയാവുമെന്ന് കരുതുന്നു മൊത്തത്തിൽ. അപ്പോൾ അതുകൊണ്ട് പോവാം. ശ്രീകുട്ടൻ വെള്ളത്തിൽ ഇറങ്ങത്തില്ല. ശ്രീകുട്ടൻ കാല് മുറിഞ്ഞിരിക്കുന്ന കാരണം വെള്ളത്തിൽ ഇറങ്ങുന്നില്ല. അപ്പം മെയിൻ ട്വിസ്റ്റ്, ഇന്നത്തെ വീട്ടിലെ ട്വിസ്റ്റ് എന്ന് വെച്ചാൽ ലിജി അവൾ വരുന്നില്ല എന്നുള്ളൊരു ഇതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായാലും അയ്യോ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ കുളിക്കുന്നിടത്തോട്ട് പോവാം. ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞൊരു വീഡിയോയിൽ കുളിക്കുന്നിടത്ത് പുഴ കാണിച്ചിട്ടുണ്ട്. അപ്പം ഈ പ്രാവശ്യം നമുക്ക് എന്തായാലും ഇത് കാണാം. അപ്പോൾ നമ്മളിതേ കുളിക്കുന്ന സ്ഥലത്ത് എത്തി കേട്ടോ. അപ്പോൾ അപ്പുറത്തെ കരയിൽ മലയൊക്കെ ഉണ്ടോ. ഇവിടെ എന്തോടാ സ്റ്റൗ റെഡിയാക്കുന്നത്. അതുവഴി ഇറങ്ങി വരാം അല്ലേ. വണ്ടി വരുമോ? വണ്ടി ആ പാലത്തിനപ്പുറത്തൂടെ പോകണോടാ വഴി. ആ, അപ്പോൾ അതേ ഇത് താറാവ് കിടക്കുന്നതാ. വാ, അറിയാം. പാത്തത്താറാവ് അറിഞ്ഞ് വീഴല്ലേ കേട്ടോ. രണ്ട് താറാവ് കിടന്ന് കുളിക്കുന്നുണ്ട്. ആ ഒഴുക്കിനകത്ത് ആ താറാവ് നിൽക്കുന്നുണ്ടോ. തൊഴിഞ്ഞോട്ട് ഉണ്ടായിരുന്നു. ഇല്ല, കൊച്ചു ഇന്നും ഉണ്ടല്ലേ. രണ്ട് താറാവ് കിടന്ന് കളിക്കുന്നുണ്ട്. നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങി കിടക്കാല്ലേ. വെള്ളം ഒഴുകി വരുന്നുണ്ടോ. നല്ല രസമില്ലേ കാണാനായിട്ട്.
ഇവിടെയൊക്കെ നല്ല ഇതുണ്ട് കേട്ടോ. ഒരു കൊച്ചു അതെ ഇവിടുന്ന് ഇങ്ങനെ താഴ്ചയിലേക്ക് അങ്ങ് പോകും. ഇവിടെയൊക്കെ ആ ഭാഗത്തൊക്കെ നമ്മൾ പെട്ടുപോയാൽ ഒഴുകി അങ്ങ് പോകത്തേ ഉള്ളൂ ആ ഭാഗത്തേക്ക്. നമുക്കെന്തായാലും ഇവിടെ ഇറങ്ങി കുറച്ച് നേരം കിടന്ന് കുളിക്കാം. നമ്മൾ സോപ്പ് കൊണ്ടുവന്നില്ല, അതാണ് ഏറ്റവും വലിയ പണി. സോപ്പ് വേണ്ട. എവിടെ വന്നിരി ശ്രീകുട്ടി, എവിടെ വന്നിരി. അപ്പോൾ ഞങ്ങളിത് കുളി നടക്കുക. ഭയങ്കരമായ ഒഴുക്ക് കിടക്കുന്നുണ്ട്. ഇവിടെ ശ്രീകുട്ടനും കണ്ണപ്പനും ഇവിടെ മീൻ പിടുത്തം നടക്കുക കേട്ടോ. അടിപൊളി. ഒരു താറാവ്, 2 താറാവുകളുണ്ടായിരുന്നു അവിടെ കിടപ്പുണ്ടായിട്ട്. അവിടെ പറഞ്ഞില്ലേ, അതുങ്ങൾ മുട്ടയിട്ട് 2 മുട്ടയിട്ട് ഇവിടെ വെള്ളത്തിൽ കിടന്നു. ഞങ്ങൾ എടുത്തില്ല, ഞങ്ങളത് പൊട്ടിച്ചു കളഞ്ഞു. മീനുകളൊക്കെ കഴിച്ചോളും. ആ കോര് അടുത്ത കോര്. ആ അതെ, മീൻ കോരുവാൻ വരും. കുളിക്കാൻ കൊണ്ടോ തോർത്തോട്ട് മീൻ കോരും കേട്ടോ. ആ പോട്ടെ. ഒന്നുമില്ലയോ? ഒന്നൂടെ കുറച്ച് നേരം നിൽക്കട്ടാ. മീൻ വരട്ടെ. അല്ലെ ആ സൈഡിൽ നിന്ന് കോര്, അവിടുന്ന് കോര്. അങ്ങനെ ഒഴുക്കാട്ടോ, സൂക്ഷിച്ച് ഇന്നലെ ചിലപ്പോൾ വെള്ളത്തിൽ പോകും. ഓ ആ കയറി. അയ്യോടെ എല്ലാം പോയി. കേറിയതായിരുന്നു. ആ കെട്ട് കൂട്ടുള്ള തോർത്തു. ശ്രീകുട്ടൻ വെള്ളത്തിൽ ഇറങ്ങുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ചാടി ഇറങ്ങി കേട്ടോ. അങ്ങൊന്ന് കോരിക്കും, അങ്ങൊന്നും കോരുക. അടിപോട്ട്. ഉണ്ടോ? ഒരെണ്ണം ഉണ്ട് കേട്ടോ. എടുത്തോ. ഞാനിവിടെ നിന്ന് അനക്കാം. നിങ്ങൾ കോരുവാ. കോരിക്കോ. ഇത് വേസ്റ്റ് ആണല്ലോ കോരിക്കുന്നത്. കുറേ നേരം വന്നിട്ട് നല്ല തണുപ്പുണ്ട്. അയ്യോ ഫോണിൽ തട്ടിപ്പോയി. ആ അപ്പൊ ഞങ്ങളിത് കുളിയാൻ കഴിഞ്ഞിട്ട് തിരിച്ച് കയറി പോകാൻ പോവാ. കുറച്ച് നേരം വന്നിട്ട് അല്ലേ കുളി കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചു കയറി പോകാൻ പോയിട്ടോ. കരക്കോട്ട് കയറാൻ പോവാ. പച്ചവാല് കളറുള്ളവരുണ്ടായിരുന്നു. ആ അത് പോയി കാണും. ഇത് എന്ത് മീനായിരിക്കും അല്ലേ? അറിയാതെ ഗൂഗിൾ സെർച്ച് ചെയ്തിട്ട് കാര്യമില്ല. ചെറിയ ചുമപ്പൊക്കെ ഉണ്ട്. പോയാലെന്നാ. അപ്പോൾ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകണം കേട്ടോ. ഇനി വൈകുന്നേരം അമ്മയും അവരെല്ലാവരും കൂടെ വരുന്നുണ്ട്, തുണി അലക്കാനായിട്ട് വരുന്നുണ്ട്. അന്നേരം കാണാം അല്ലേ. ഇത് ഇവിടെ 2 താറാവുകൾ ഇരിപ്പുണ്ടല്ലോ, അവിടെ ഇരിപ്പുണ്ട്. അത് മുട്ടയിട്ട് വെള്ളത്തിലായി വിടി നോക്കാം. ഞങ്ങൾക്ക് 2 മുട്ടയിട്ട് 2 കിട്ടി. ഞങ്ങൾ 2 പൊട്ടിച്ചൊഴിച്ചൂടെ. കാരണം ഞാൻ പൊട്ടിച്ചൊഴിച്ചൂടെ വെള്ളത്തിൽ. കേട്ടില്ലേ അത്? ആ ഏതെങ്കിലും മീനുകൾ ഭക്ഷണം ആവട്ടെ എന്നിട്ട് ഞാൻ പൊട്ടിച്ചൊഴിച്ചു. എവിടെ ആണോ? എനിക്കൊന്ന് ഈ താറാവ് വെള്ളത്തിലാ മുട്ടയിട്ട് ശീലിച്ചെന്ന് തോന്നുന്നു. എവിടെ? ആ ഇവിടെ എല്ലാം മുട്ടയുടെ തോട് കിടപ്പുണ്ട് കേട്ടോ. എനിക്കൊന്ന് താറാവ് മുട്ട വെള്ളത്തിലിട്ട് ശീലിച്ചു പോയി. വീട്ടുകാർക്ക് മുട്ടയൊന്നും കിട്ടാൻ സാധ്യതയില്ല ഇങ്ങനെയാണെങ്കിൽ അല്ലേ? അതാ ഞാൻ അതോടെ അതന്നെ പൊട്ടിപ്പോയ മുട്ടയാണ്ട് ഞങ്ങൾ വെള്ളത്തിൽ വീണ്ടും പൊട്ടിച്ചാൽ കഴിച്ചത്. ആ അപ്പൊ നമുക്ക് പോവാട്ടോ. ഓക്കെ, നല്ല കാറ്റുമുണ്ട്. പോയേക്കാം. വാ, വിശക്കുന്നു. വീട്ടിൽ പോയി ഫുഡ് കഴിക്കാം. താക്കോൽ അവിടെ ഇരിക്കുന്നുണ്ട്. ഓക്കെ. എന്തിനാ തോരൻ വെക്കാനോ? കൊണ്ടുപോകാനോ? ഇത് ഗപ്പിയൊന്നും അല്ല, ഇത് ചുമ്മാ അവിടെ ആറ്റി കിടക്കുന്ന.
ഗപ്പി അങ്ങ് ഉപ്പാറ പോണം. ചുമ്മാ അതേമാതിരി തോർത്തിൽ പിടിച്ച മീനാ. അത് അടിപൊളി. അവിടെ പോയാല് കഴിച്ചിട്ട് നേരത്തെ പോയാല് നമുക്ക് കുറച്ചുകൂടെ എഴുന്നിട്ട് ഞാൻ വരാം. പക്ഷെ വെയിലായിരിക്കും ഇപ്പൊ പോയാലേ. പൂപ്പാറ ഭയങ്കര വെയിലായിരിക്കും. 3 മണിയാകുമ്പത്തേന് പോയത്. അവിടെ പോയി ഗപ്പിനെ പിടിച്ച് തിരിച്ചു വരാം. കഴിക്കാം. വിശക്കുന്ന കണ്ണാപ്പാ എന്താ പറ്റിടാ? അതൊക്കെയാ പയറ് തോരൻ. അടുക്കള ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വന്ന കേട്ടോ. അപ്പോൾ അതെന്താ ചോറ്. അല്ല വരുമ്പോൾ കാണാം. ഓക്കെ പോട്ടെ. അപ്പം നമുക്ക് കഴിക്കാം. പറഞ്ഞേരെ ഞാൻ ഇനി വരുന്നില്ല കൊല്ലത്തേക്കെന്ന് പറഞ്ഞേരെ. ഇവിടെ വന്നപ്പോ ഉള്ള സ്വഭാവം മാറി കേട്ടോ. ഞാൻ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല, വരുന്നില്ല എൻ്റെ കൂടെ. നീ പോയാലും എനിക്ക് കുഴപ്പമില്ലെന്നൊക്കെ പറയണേ ഇവിടെ കേട്ടോ. പിന്നെ അവിടെ ചൂട് കൂടുതലാന്ന് കൊല്ലത്ത്. തണുപ്പൊക്കെ ആയിട്ട് അവിടെ ട്യൂബ് ഇട്ടിരുന്നേ. ട്യൂബ് ഇട്ടിരുന്നേ ഓക്സിജൻ കിട്ടാൻ വേണ്ടി. അപ്പൊ ലിജി ഇനി വരുന്നില്ല എന്നാണ് അവള് പറയുന്നത്. ഞങ്ങളെല്ലാം 2 ദിവസമായിട്ട് നിർബന്ധിച്ചോണ്ടിരിക്കുക. മാറുന്നില്ല, സ്വഭാവം മാറുന്നില്ല. ഞാൻ അത് വിചാരിച്ച് തമാശക്കായിരിക്കും പറഞ്ഞാൽ വരുന്നില്ല എന്ന്. പക്ഷെ കാര്യമായിട്ടാ പറയുന്നത്. കാര്യമായിട്ടാ പറഞ്ഞത്. ഇങ്ങനൊന്നും കാര്യങ്ങൾ തമാശ പറയില്ല. അതെ അതെ. പിന്നെന്താ വരാം. ഞാൻ ചേട്ടാ ഇങ്ങോട്ട് വരുന്ന പിന്നെ എനിക്ക് ജോലിക്ക് പോണ്ടേ. അപ്പൊ അതാണ് സംഭവം. മിക്കവാറും ഞങ്ങൾ നാളെ പോകുമ്പോ ഞങ്ങളെ കൂടെ വരാതിരുന്നാ കൊള്ളാം. ഇല്ല, ഉറച്ച തീരുമാനത്തില. വരില്ല. ദേവൻ സർട്ടിഫിക്കറ്റ് കിട്ടിയോ? ദേവൻ ശ്രീകുട്ടൻ സർട്ടിഫിക്കറ്റ് ആണോ? എന്തിന്റെ സർട്ടിഫിക്കറ്റ്? എന്താ പറഞ്ഞ? എന്താ പറഞ്ഞത്? കാണിച്ചേ സർട്ടിഫിക്കറ്റ് കാണിച്ചേ. CBSE സർട്ടിഫിക്കറ്റ്. പോവാതെ സർട്ടിഫിക്കറ്റ് മേടിച്ചോ. അത് രാവിലെ 12 മണിക്ക് കഴിഞ്ഞു. 9:30 അവിടെ ചെല്ലണം. 12 അതെന്തോടാ? ഉച്ചക്ക് എന്തായിരുന്നു ഫുഡ്? ചോറും മോരും ബീഫ് ഉണ്ടായിരുന്നോ? പിന്നെ വൈകിട്ട് ചായ ഏതൊക്കെയാ സങ്കടമൊന്നുമില്ല, എന്നാലും ചെറിയൊരു വിഷമം. നാണമില്ല ഒരാൾ ഓള ഇട്ടേക്കുന്നത്. പാറക്കല്ലി വന്നിട്ട് അത് പൊളിച്ചു കളഞ്ഞില്ലായിരുന്നു. വെള്ളത്തിൽ കിടക്കുമ്പോ നഖം കൊണ്ടിട്ട് പൊളിഞ്ഞു പോയി. അങ്ങനെ വെക്കേഷൻ ബൈബിൾ ക്ലാസ്സിൽ പങ്കെടുത്തില്ലേ?
ഇവിടെ വന്ന് അത് ഇടുക്കി ഇടുക്കി വന്ന്. ആർക്ക് കിട്ടും അങ്ങനെ എന്തായാലും കഴിഞ്ഞ ഇനി അടുത്ത വെക്കേഷന് ഞാൻ എന്തായാലും ഇവിടെ വരും. ആണോ? ആദ്യം മാത്രമേ ഞാൻ സംശയം ചോദിച്ചോളൂ. എന്നിട്ട് ഭയങ്കര ഇങ്ങനെ ബുദ്ധിയുള്ളൊക്കെ ആ ഇവന് എന്നെ കൊല്ലത്തുനിന്ന് വന്ന നല്ല ഇവൻ മാത്രം എന്നോട് ഡൗട്ട് ചോദിച്ചുള്ളൂ. എന്ത് ഡൗട്ടാണ് ചോദിച്ച ഡൗട്ട് എന്നാ തേനീച്ച മനുഷ്യനാണോ ചോദിച്ചു. ആ സാറാണെങ്കിൽ ആദ്യം പറഞ്ഞേ എന്തുവാ എന്താ ചോദിച്ചു? സാറെന്താ ചോദിച്ചു? ആ ഒരു മനുഷ്യന്റെ പേര് വെച്ചിട്ട് തേനീച്ചയുടെ കൂട്ടി ജോലി എടുക്കുന്ന ഒരു കഥ പറഞ്ഞോ. അവരോട് മനുഷ്യന്റെ പേര് വെച്ചാ ചോദിച്ചത്. അപ്പഴാ ചോദിച്ചു മനുഷ്യനാണെന്ന്. അതാ ഞാൻ ചോദിച്ചത്. ചോദിച്ചത് ശരിയായിരുന്നു. നിങ്ങൾക്ക് ചോദ്യം മനസ്സിലാവാത്തോണ്ടാ. അതെ ചോദിച്ചത് ശരിയാ. ആ പോയി കുളിക്കേ. ഞങ്ങള് പുഴയെ പോട്ടെ കുളിക്കാൻ. ഞങ്ങള് പുഴയെ പോയി. ഇന്ന് നാട്ടില് പാട്ട് പാടിയില്ലായിരുന്നു. ആ ഏതാ? ആര്? രണ്ട് പാട്ട് പഠിക്കുള്ളൂ. ഒരു പാട്ട് പറഞ്ഞോ. അണ്ണ സംസാരിച്ചു. ഒരു പാട്ട് പറഞ്ഞോ. നീ സംസാരിച്ചടാ. കേട്ട് എന്തുവാ എബനേശ്വർ കഴിഞ്ഞല്ലേ നീ സംസാരിച്ചേ? അല്ല ഞങ്ങള് കേട്ട് എന്താ പറഞ്ഞു? സംസാരിക്കാൻ ഞാൻ മുങ്ങിപ്പോയി. സംസാരിച്ചേ ആര് കഴിഞ്ഞിട്ടാ സംസാരിച്ചേ. ആരെങ്കിലും ആവട്ടെ ഞങ്ങള് കുളിക്കാൻ പോവാം. ഞങ്ങള് പോട്ടെ. അമ്മ ഇവിടെ കോഴിയെ തീറ്റിക്കൊണ്ടിരിക്കുക. കോഴിക്കുട്ടന്മാർ ഇവിടെ കിടന്ന് ഇങ്ങനെ കളിക്കുന്നുണ്ട്. ഇവന്മാർ ഏത് ഓടും. അതുകൊണ്ട് ഞാൻ അപ്പുറം പോകും കേട്ടോ. ഓക്കെ ഞങ്ങളെന്തായാലും കുളിച്ചിട്ട് വട്ടെ. അങ്ങനെ ഞങ്ങളത് ഉച്ചയ്ക്ക് കപ്പ ബിരിയാണി കഴിക്കാമെന്ന് വിചാരിച്ചിരുന്നിട്ട് നടന്നില്ല. രാത്രി ആയപ്പോഴാണ്. കപ്പ ബിരിയാണി അല്ല, എല്ലും കപ്പയും. അപ്പോൾ ഇവിടെ ഉള്ള ആരാന്ന് വെച്ചാൽ ഞാനും അച്ഛനും അമ്മയും മാത്രമേ ഉള്ളൂ കേട്ടോ. ഈ വീട്ടുകാരും വിടില്ല. ഇവിടുത്തെ വീട്ടുകാരല്ല, അമ്മ മാത്രമേ ഉള്ളൂ. ലിജി എവിടെയൊക്കെയോ പോയേക്കോ, ഒരറിവില്ല. ഞാൻ പുറത്ത് പോയിട്ട്. ലിജി എപ്പോൾ പോയതാ? ഉച്ചയ്ക്ക് പോയതാണോ? ആ ഞാനിവിടെ അടുത്ത് വരെ പോയേക്കുമായിരുന്നു. പോയ സമയത്തും പുള്ളിക്കാരി പോയി. അപ്പം നമ്മളത് നോക്കുന്നില്ല, നമ്മൾ കഴിക്കുക. അതെ സൂപ്പർ. എനിക്ക് ഇതുവരെ ഒരു കുലുക്കമില്ല. നാളെ വരുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുക. നാളെ വരുന്നില്ല എന്ന് പറഞ്ഞ് തന്നെ ഇരിക്കുക. എന്താണോ അപ്പം കഴിക്കട്ടെ വേണ്ടത്. കഴിച്ചിട്ട് ഇപ്പൊ കഴിക്കട്ടെന്ന് പറഞ്ഞ കഴിക്കുമാ. ആരാ? ശരി ശരി. കൊള്ളാം കഴിക്കും. ഇടുക്കി സ്പെഷ്യൽ. വെള്ളത്തിൽ കിടന്ന് വിശന്നു. എന്നാൽ ദേവനെയും കൊണ്ട് ആറ്റിൽ കുളിക്കാൻ കൊണ്ടുപോയതാ. അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ ആറ്റിലുകാരെയുള്ള വീട്ടിൽ പുള്ളിക്കാരുടെ പേര് ലിജിന്ന്. അതിന്റെ ഓപ്പോസിറ്റ് കളയാം. ആ കരക്കാനോ പോയെ? സ്ലോപ്പായിട്ട് കിടന്നു.